ആഗോളതലത്തിൽ വിപണികൾ തകർന്നതിനെ തുടർന്ന് രാജ്യത്തെ ഓഹരി വിപണി തകർന്നടിഞ്ഞു. വ്യാപാരം ആരംഭിച്ച ഉടനെ സെൻസെക്സ് 883 പോയിന്റ് ഇടിഞ്ഞ് 26,482-ലും നിഫ്റ്റി 258 പോയിന്റ് താഴ്ന്ന് 8,041-ലും എത്തി. രൂപയുടെ മൂല്യത്തിലും ഇടിവുണ്ടായി. ചരിത്രത്തിലെ രണ്ടാമത്തെ വലിയ ഏകദിന നഷ്ടമാണ് ഇന്ന് ഓഹരി വിപണിയിലുണ്ടായത്. സെൻസെക്സ് 1624 പോയിന്റാണ് ഇടിഞ്ഞത്. നിഫ്റ്റി 490 പോയിന്റും നഷ്ടം രേഖപ്പെടുത്തി. നിക്ഷേപകരുടെ നഷ്ടം 7 ലക്ഷം കോടിയോളം വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2008 ജനുവരി 21-ന് ശേഷം വിപണി നേരിടുന്ന ഏറ്റവും വലിയ നഷ്ടമാണിത്. ഊർജ്ജം, എണ്ണ, പ്രകൃതിവാതകം, ഓട്ടോ, മെറ്റൽ, ക്യാപിറ്റൽ ഗുഡ്സ്, IT തുടങ്ങി എല്ലാ മേഖലകളിലും വൻതോതിലുള്ള ഇടിവാണ് നേരിട്ടത്. രൂപയുടെ മൂല്യത്തിലും വൻ ഇടിവുണ്ടായി. ഡോളറിനെതിരെ 66 രൂപ 65 പൈസ എന്ന നിലയിലേക്കാണ് രൂപയുടെ മൂല്യം താഴ്ന്നത്. 2 വർഷത്തിനിടെ ഇത്രയും താഴ്ന്ന നിരക്കിലേക്ക് രൂപയെത്തുന്നത് ആദ്യമാണ്. US വിപണികളിൽ രൂപപ്പെട്ട കനത്ത വിൽപ്പന സമ്മർദ്ദമാണ് സൂചികകളുടെ തകർച്ചയ്ക്കിടയാക്കിയ പെട്ടെന്നുള്ള കാരണം. ക്രൂഡ് ഓയിൽ വില താഴുന്നതും ചൈനയിലെ വളർച്ചാമാന്ദ്യവും ഗ്രീസിലെ സാമ്പത്തിക പ്രതിസന്ധിയുമെല്ലാം വിപണിയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. അതേസമയം രൂപയുടെ മൂല്യം കുറയുന്നത് നിയന്ത്രിക്കാൻ ആവശ്യമെങ്കിൽ വിദേശ നാണ്യശേഖരം ഉപയോഗിക്കാൻ മടിക്കില്ലെന്ന് റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്. നമ്മൾ ഈ വിഷയം ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസിൽ ചർച്ചയ്ക്കെടുക്കുകയാണ്. നമ്മോടൊപ്പം എക്സ്പെർട്ട് പാനലിൽ ഡോക്ടർ മാർട്ടിൻ പാട്രിക് ചേരുന്നു. അദ്ദേഹം സാമ്പത്തികാര്യ വിദഗ്ധനാണ്. സാമ്പത്തികാര്യ വിദഗ്ധനായ ഡോക്ടർ ഗംഗാധരനെ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ ചർച്ചയിൽ. ഒപ്പം മാധ്യമപ്രവർത്തകരായ ബിസിനസ് ജേർണലിസ്റ്റുകളായ ശ്രീ ജോർജ് ജോസഫിനെയും അതോടൊപ്പം ബിസിനസ് ലൈനിന്റെ സീനിയർ അസിസ്റ്റന്റ് എഡിറ്റർ ശ്രീ ജിഗേഷ് AM-നെയും ഡൽഹിയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ മാർട്ടിൻ പാട്രിക്കിലെ തന്നെ ആഗോള വിപണിയിലെ തകർച്ച ഇന്ത്യൻ ഓഹരി സൂചികകളെയും കശക്കി എറിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിന്റെ ഒരു ആദ്യ വിലയിരുത്തൽ എന്ന രീതിയിൽ ഈ ചർച്ച തുടങ്ങുമ്പോൾ താങ്കൾക്ക് ഇതിനെ കാണാൻ സാധിക്കും? ഇന്ത്യൻ വിപണിയിൽ ഇന്നുണ്ടായിരിക്കുന്ന തകർച്ച എന്ന് പറയുന്നത് പൊടുന്നനെ ഉണ്ടായതല്ല. യഥാർത്ഥത്തിൽ ഒരാഴ്ചയായിട്ട് നമ്മളുടെ വിപണി ചാഞ്ചാട്ടത്തിലാണ്. കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യൻ വിപണിയിൽ മാത്രമല്ല, ആഗോള വിപണിയിൽ തന്നെ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. യൂറോപ്പിലെ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ പല മാർക്കറ്റുകളും കുറഞ്ഞുകൊണ്ടിരുന്നു. ഏഷ്യൻ മാർക്കറ്റിൽ കുറവുണ്ടായി. ചൈനീസ് മാർക്കറ്റ് ഒരു ക്രാഷിനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ അഭിമുഖീകരിച്ചിരുന്നു. അപ്പോൾ ഒരു ആഗോള പ്രതിഭാസമായിട്ട് ഇതിനെ നമുക്ക് ആദ്യം കാണാൻ കഴിയും. ഒപ്പം തന്നെ ഇന്ത്യയുടെ ചില ദൗർബല്യങ്ങളും ഇത് വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഒറ്റയടിക്ക് ഇന്ത്യ എല്ലാം ശരിയാണെന്നുള്ള ഒരു ധാരണയിൽ ഇരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. നമ്മുടെ വ്യവസായ മേഖലയിൽ വലിയ വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു പ്രചരണം ആദ്യഘട്ടത്തുണ്ടായെങ്കിലും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഡേറ്റ പ്രകാരമെല്ലാം വ്യവസായ മേഖല അധികം വളരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ ഒരു മാന്ദ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ അടുത്ത കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചൈന അവരുടെ കറൻസി ഡീവാല്യൂ ചെയ്തതാണ്. ചൈന കറൻസി ഡീവാല്യൂ ചെയ്തതോടുകൂടി അമേരിക്കൻ വിപണിയിൽ കൂടുതൽ സാധനങ്ങൾ, ചൈനീസ് ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ ഫലമായിട്ട് ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെയാണ് അമേരിക്കൻ ക്യാപിറ്റൽ മാർക്കറ്റിലും ധാരാളം ഷെയറുകൾ വിറ്റഴിഞ്ഞ് തുടങ്ങിയത്. നല്ല അളവിൽ സെൽ ഓഫ് നടക്കുകയുണ്ടായി. സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുണ്ടായിരുന്ന ഒരു തളർച്ചയ്ക്ക് പെട്ടെന്ന് ഒരു കുതിപ്പ് വരികയും എന്ന് പറഞ്ഞാൽ തളർച്ചയുടെ ഒരു കുതിപ്പ് വരികയും നമുക്ക് ലാർജ് എമൗണ്ട് ആയിട്ട് ലാർജ് സെല്ലിങ് ഇന്ന് നടക്കുകയുണ്ടായി. അങ്ങനെയാണ് 1647 പോയിന്റാണ് ഒരു ഘട്ടത്തിൽ ഇടിഞ്ഞത്. അവസാനം അത് കുറച്ച് കരകയറി 800 പോയിന്റ് ഇടിവായിട്ട് കുറയുകയുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനകത്ത് നമുക്ക് ചേർത്ത് വായിക്കേണ്ടത് ആഗോള പ്രശ്നവുമുണ്ട്, അതേസമയം രാജ്യത്തിനകത്ത് പ്രശ്നമുണ്ട്. ഇനി യൂറോപ്പിലെ പ്രശ്നം കൂടി നമ്മൾ ഇതിനകത്ത് ചേർത്ത് വായിക്കേണ്ടത്. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് തന്നെ അവിടുത്തെ സാമ്പത്തിക സിറ്റുവേഷൻ മെച്ചപ്പെടുന്നില്ല. സാമ്പത്തിക സിറ്റുവേഷൻ ഇറ്റലി, പോർച്ചുഗീസ് പിന്നീട് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ സ്ലോ ഡൗൺ വളരെ ഗംഭീരമായിട്ടുണ്ട്. ജപ്പാനിലെ സ്ലോ ഡൗണിന് ഒരു മോചനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആഗോള വിപണി തന്നെ ഒരു തകരാറിലാണ് എന്നുള്ള ഒരു സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആഗോള വിപണിയുടെ തകർച്ച, അതിനകത്ത് ഇന്ത്യ കരകയറുന്നുണ്ട് എന്നുള്ള ദുഷ്പ്രചരണം നമ്മൾ തിരിച്ചറിയുക. ആ തിരിച്ചറിവിൽ നിന്നാണ് ഡോക്ടർ മാർട്ടിൻ പാട്രിക്, അതായത് ചൈന അവരുടെ സ്വന്തം നാണയത്തിന്റെ വിനിമയ മൂല്യം, അതായത് യുവാന്റെ മൂല്യം ഇടിച്ചു എന്നുള്ള രീതിയിൽ ആണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതെന്തുകൊണ്ടായിരിക്കാം? വിനിമയ മൂല്യം കുറയ്ക്കുന്നത് വഴി ചൈനയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഏത് രീതിയിലാണ് അത് ഗുണകരമായി? ചൈന പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് അവിടെ അമേരിക്കൻ കമ്പോളത്തെയാണ്. ചൈനയുടെ ഈ പിന്നീട് കറൻസി എന്ന് പറയുന്നത് ഒരിക്കലും
ഒരു മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടല്ല അതിന്റെ വില നിർണ്ണയം നടക്കുന്നത്. ഏതാണ്ട് സർക്കാരിന്റെ ഇടപെടൽ കൊണ്ടിട്ട് അവിടുത്തെ ബാങ്ക് ഓഫ് ചൈന സെൻട്രൽ ബാങ്കിന്റെ ഇടപെടൽ കൊണ്ടിട്ട് ആ വിലയെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അത് ഒരു തരം ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം പോലെ അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്ത് മുഴുവനും ഉണ്ടായിരുന്ന ഒരു പരാതി അമേരിക്കയ്ക്ക് ഉൾപ്പെടെ നിങ്ങൾ വല്ലാണ്ട് ചൈനയുടെ കറൻസിയുടെ മൂല്യം ഉയർത്തിയിരിക്കുന്നു എന്നതാണ് അവർ ഒരു കാലത്ത് പറഞ്ഞിരുന്ന ഒരു അഭിപ്രായം. നിങ്ങൾ അതുകൊണ്ട് കുറയ്ക്കണം, അത് പിന്നീട് ഡീവാല്യൂ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്, അതിന് ഡിപ്രീസിയേഷൻ സംഭവിക്കണമെന്നുണ്ടായി. പക്ഷേ ചൈന തെരഞ്ഞെടുത്ത സമയം എല്ലാവർക്കും കുഴപ്പമുണ്ടാക്കുന്ന ഒരു സമയമായിപ്പോയി. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഡീവാല്യൂ ചെയ്തത് 3%. 3 ദിവസങ്ങളിലായിട്ട് ചെയ്തത് 3%. ഇത് ചെറിയ ഡീവാലുവേഷൻ ആണെന്നും ഇതിന്റെ വലുതിനി പുറകിൽ വരാനിരിക്കുന്നെന്നും ലോകം ഇപ്പോൾ അനുഭവിക്കുന്നതിലും വലിയ കെടുതിയാണ് നമ്മൾ ഇനി നേരിടാൻ പോകുന്നതെന്നുമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇത് മാത്രം 1.9% വിനിമയ മൂല്യം കുറച്ചതായിട്ടാണ്. ഒരുപക്ഷെ ഈ ഒരു വിഷയം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ തന്നെ ഈ അസംസ്കൃത എണ്ണവില 6.5 വർഷത്തെ ഏറ്റവും ചെറിയ നിരക്കിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് കാരണമായും പറയുന്നത് ചൈനയുടെ ഡിമാൻഡ് ഇല്ലാത്തതാണ്. അതോടെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില കുറയുന്നതിന്റെയും കാരണമായിട്ട്. അപ്പൊ ഈ ചൈന ഒരു പ്രധാന സാമ്പത്തിക ഘടകമായി വരുന്നു എല്ലായിടത്തും. അതെ, ചൈന ഒരു സെക്കൻഡ് ലാർജസ്റ്റ് ഇക്കോണമിയാണ് ഇന്നത്തെ നിലയിൽ. അവ സെക്കൻഡ് ലാർജസ്റ്റ് എക്കോണമി, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഗ്രോത്ത് പ്രസന്റ് ചെയ്യുന്ന ഒരു രാജ്യം. പക്ഷെ ചൈനയെ സംബന്ധിച്ച് ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വളരെ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. സ്ലോ ഡൗൺ വളരെ ഗംഭീരമായിട്ടാണ് പിന്നീട് ഇന്ന് ചൈന അനുഭവിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളെല്ലാം പറയുന്നത്. ഇതിലെല്ലാത്തിലുപരി ഒരു കടബാധ്യതയും കൂടിയുള്ള ഒരു രാജ്യമായിട്ട് ചൈനയെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ ചൈനയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചൈനയുടെ കൃത്യമായിട്ടുള്ള സ്ഥിതിവിവര കണക്കുകൾ നമുക്ക് പെട്ടെന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്കത് കിട്ടുക, അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷമാണ് ലഭിക്കുക. അതുകൊണ്ട് ഇത് ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ചൈനയിൽ ഈ പ്രശ്നം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി, കുറഞ്ഞത് ഒരു 2 വർഷമായിട്ടെങ്കിലും നമ്മളെ അക്കാഡമിക് വേദികളിൽ ചൈന വളരെ പ്രതിസന്ധിയിലാണെന്നും ചൈനയുടെ സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമാകുമെന്നും ഉള്ള മുന്നറിയിപ്പുകൾ പല തവണ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടോ അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒരു തിക്തഫലം കൂടിയാണിത്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അവരുടെ എക്സ്പോർട്ട് വല്ലാണ്ട് ഇടിഞ്ഞു. അവരുടെ എണ്ണയുടെ ലഭ്യത കൂടുകയും അതേസമയം ഇത്രയും വലിയൊരു രാജ്യമായി ചൈനയ്ക്ക് എണ്ണ ആവശ്യമില്ലാതെ വരുന്നത് എങ്ങനെയാണ്? എണ്ണ ആവശ്യമില്ലാതെന്നില്ല, എണ്ണയുടെ ഉപഭോഗത്തിൽ സ്വല്പം കുറവ് വരുന്നു. കുറവ് വന്ന് സ്ലോ ഡൗൺ കൊണ്ടിട്ടാണ്. ഒരു രാജ്യം വളരുന്നതിൽ നിന്ന് കുറവ് സംഭവിക്കുമ്പോൾ എണ്ണയുടെ ഉപഭോഗം കുറയും. അങ്ങനെ എണ്ണയുടെ ആവശ്യത്തിനുള്ള അതിന്റെ ഡിമാൻഡ് കുറഞ്ഞതാണ് ഒരു ഘടകം. രണ്ടാമത്തെ ഘടകം, അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചൈനയിൽ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളിലും ഇതിന്റെ ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട്. കാരണം സ്ലോ ഡൗൺ തന്നെ. ഇന്ത്യയിൽ പോലും പറയുന്നത്ര വളർച്ച സംഭവിച്ചിട്ടില്ല. അല്ല, മുൻപൊക്കെ ഒപെക് രാഷ്ട്രങ്ങൾ, ഈ എണ്ണ ഉൽപാദന രാഷ്ട്രങ്ങൾ ഇത്തരം വില നിർണ്ണയിക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ വേണ്ടി, വില ഇടിവ് നിയന്ത്രിക്കാൻ വേണ്ടി ഉൽപാദനം കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. അത് ഈ ഉൽപാദനം കുറയ്ക്കാത്തതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഷെയിൽ ഗ്യാസ് എന്ന് പറഞ്ഞത് സംഭവം അമേരിക്ക കണ്ടുപിടിച്ചു. അപ്പൊ ഷെയിൽ ഗ്യാസുമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നടത്തിയിട്ട് അവർക്ക് ക്രൂഡിന്റെ ആധിപത്യം തിരിച്ചു കൊണ്ടുവരണം. ഈ ബ്രന്റ് ക്രൂഡും US ക്രൂഡും അങ്ങനെ പറയുന്നത്, അത് പിന്നീട് ഒരു ബ്രന്റ് ക്രൂഡ് ഒരു ടൈപ്പ് വ്യവസായമാണെന്നേ ഉള്ളൂ, ഒരു ടൈപ്പ് ട്രേഡിംഗ് ആണെന്നേ ഉള്ളൂ. അപ്പൊ ബ്രന്റ് ക്രൂഡ് നമ്മൾ എടുത്ത് ചിലപ്പോൾ പിന്നീട് വിശകലനത്തിന് ഉപയോഗിക്കുമെന്നല്ലാതെ അതിനകത്ത് പ്രശ്നമില്ല. ബ്രന്റ് ക്രൂഡിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോഴും തന്നെയും നമുക്ക് കാണാൻ കഴിയുന്നത് വില എല്ലാത്തിലും രണ്ടിലും വല്ലാണ്ട് വില ഇടിഞ്ഞു. വില ഇടിഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്ന് ഷെയിൽ ഗ്യാസിന്റെ ഈ വരവും അതിനോടനുബന്ധിച്ച് ഈ ഔട്ട്പുട്ട് കട്ട് ചെയ്യാതിരുന്നത്, സൂചിപ്പിച്ചതുപോലെ ഔട്ട്പുട്ട് കട്ട് ചെയ്യാതെ അവർ മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുന്നത് അത് കുറച്ച് ആത്മഹത്യാപരമാണെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. അതിനോടൊപ്പം തന്നെ ഈ രാജ്യങ്ങളിലെല്ലാം പിന്നീട് സ്ലോ ഡൗൺ സംഭവിച്ചു, ഇന്ത്യ ഉൾപ്പെടെ. ഇന്ത്യയിലും ക്രൂഡ് ഓയിലിന്റെ വരവിൽ നമുക്ക് വലിയ കുറവുണ്ടായില്ലെങ്കിലും നമ്മളുടെ ഡിമാൻഡ് വല്ലാണ്ട് കുറഞ്ഞില്ല, നമുക്ക് കൂടുന്നില്ലല്ലോ. ഡിമാൻഡ് മറന്നുപോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഒന്ന് പഴയ വിഷയത്തിലേക്ക് ഓഹരി തകർച്ചയെ കുറിച്ച് തന്നെ സൂചിപ്പിക്കുമ്പോൾ 7 ലക്ഷം കോടി രൂപയുടെ ഷെയർ മൂല്യമാണ് ഇന്ന് തകർന്നിരിക്കുന്നത്. ഇത്ര വലിയൊരു തുക ദിവസേന എന്നോണം വിനിമയം നടത്തപ്പെടുന്നത് ഇത് വലിയ ബാധ്യതയായി മാറി. പ്രത്യേകിച്ചും ബാങ്കിംഗ് മേഖലയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചതെന്ന് പറയുന്നത്. അതിന് കാര്യം എന്താണെന്നറിയാം, 20,000 കോടി രൂപയാണ് NSEയിലും പിന്നീട് നിഫ്റ്റിയിലും കൂടാതെ നമ്മൾ ട്രേഡ് ചെയ്യപ്പെടുന്ന ദിവസം ആവറേജ് ടേൺ ഓവർ എന്ന് പറയുന്നത്. ഏതാണ്ട് 17,000 കോടി രൂപ വരും നമ്മൾ NSEയിലും, 3,000 കോടി വരും BSE സെൻസെക്സിലുമായിട്ട്. അപ്പോൾ ഇത്ര അധികം കോടി രൂപ ആവറേജ് ടേൺ ഓവർ സംഭവിക്കുമ്പോൾ
7,000 കോടി രൂപയുടെ നഷ്ടം ഒരു 1,600 എന്ന് പറഞ്ഞാൽ 6% ഇടിവ് സംഭവിക്കുമ്പോഴും നമുക്ക് അതിന്റെ കുറവ് സംഭവിക്കും. അതില് നമ്മൾ ഒന്ന് കാണേണ്ട ഒരു വസ്തുത പഴയ റിസഷന്റെ കാലത്തിലേക്ക് പോകുന്നതായിട്ടൊരു സൂചനയുണ്ടോ? അല്ലെങ്കിൽ ഉണ്ട്. കാരണം ക്രൂക്മാനെ പോലുള്ള പിന്നീട് അന്താരാഷ്ട്ര സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ചൈന ഇപ്പൊ നടത്തിയ ഡീവാലുവേഷന് കൂടാതെ ഒരു ഡീവാലുവേഷന് കൂടെ പോകുമെന്നും അത് തീർച്ചയായിട്ടും ലോകത്തിലെ പിന്നീട് മറ്റൊരു വെല്ലുവിളി ഉയർത്തുമെന്നുമാണ്. ഒരു വലിയ പ്രതിസന്ധിയെ കാത്തിരിക്കാമെന്നുള്ളത് തന്നെയാണ് പല ഭാഗത്തും. ന്യൂസ് ആൻഡ് ന്യൂസ് തുടരുന്നു. വിപണി മൂല്യത്തിൽ പ്രത്യേകിച്ച് വിപണിയിലെ തകർച്ച ഇന്ത്യൻ ഓഹരി സൂചികകൾക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. കമ്പനികളുടെ വിപണി മൂല്യത്തിൽ ഒറ്റ ദിവസം കൊണ്ട് 7 ലക്ഷം കോടി രൂപയുടെ ഇടിവുണ്ടായിരിക്കുന്നു. രൂപയുടെ മൂല്യം വീണ്ടും താഴോട്ട് പോയിരിക്കുന്നു. സ്വർണ്ണവില ഉയരുന്നു. ഒപ്പം ക്രൂഡ് ഓയിൽ വില 6.5 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ. പ്രതിസന്ധി മറികടക്കാൻ ഇപ്പോൾ RBI ഗവർണർ തന്നെ ഇടപെട്ടിട്ട് പറയുന്നത് വിദേശ നാണ്യശേഖരം, ഇന്ത്യയുടെ കയ്യിലുള്ള വിദേശ കരുതൽ നാണ്യശേഖരം ഉപയോഗിക്കാൻ വരെ മടിക്കില്ലെന്നാണ്. നമ്മോടൊപ്പം ബിസിനസ് ലൈനിന്റെ സീനിയർ അസിസ്റ്റന്റ് എഡിറ്ററായിട്ടുള്ള ശ്രീ ജിഗേഷ് AM ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ശ്രീ ജിഗേഷ്, ഇന്നത്തെ സംഭവവികാസങ്ങൾ പ്രത്യേകിച്ച് രൂപയുടെ മൂല്യശേഷത്തിനൊപ്പം തന്നെ ഈ ഓഹരി വിപണിയിലുണ്ടായ വൻ തകർച്ച, അതോടൊപ്പം അസംസ്കൃത എണ്ണ വിലയിലുണ്ടാവുന്ന വലിയ മാറ്റങ്ങൾ, വിലക്കുറവ്, ഇതെല്ലാം ചൈനയുമായി ബന്ധപ്പെടുത്തി പറയുന്നുമുണ്ട്. എങ്ങനെയാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? ഇത്തരം വലിയൊരു തകർച്ചയിലേക്ക് ഇന്ത്യൻ ഓഹരി സൂചിക വീണ്ടും കൂപ്പുകുത്തുകയാണോ? നിക്ഷേപകർക്ക് വലിയ നഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ജിഗേഷ്. തീർച്ചയായിട്ടും ഇതൊരു ഇപ്പോൾ തുടർന്നു വരുന്ന ഒരു ഇക്കണോമിക് പോളിസിയിൽ രാജ്യവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതില് ഇന്ത്യ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഇതുവരെയുള്ള കഴിഞ്ഞ 19 വർഷക്കാലമായിട്ട് ഈ പോളിസികളോട് ഗവൺമെന്റ് ഏറ്റെടുത്ത സമീപനത്തിന്റെ ഒരു റിഫ്ലക്ഷൻ കൂടുതൽ ശക്തമായ രീതിയിൽ കാണാൻ പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ പോകുന്നതിന്റെ ഒരു സൂചനയാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ഓഹരി വിപണി തകർച്ച, രൂപയുടെ മൂല്യ തകർച്ച, ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് തന്നെയാണ്. കഴിഞ്ഞ 19 വർഷത്തെ പോളിസികളുടെ ഇപ്പോ മാർക്കറ്റ് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് ആളുകൾ വിളിക്കുന്ന തരത്തിലേക്ക് ഇതിന്റെ നമ്മുടെ പോളിസി തന്നെ എടുത്തു നോക്കിയാൽ അറിയാം. ഇപ്പോൾ പല പാർലമെന്റിനെ തന്നെ നോക്കുകുത്തിയാക്കി പല പോളിസികളും ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്രഷറിന് വേണ്ടി ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ GST അടക്കമുള്ള ബില്ലുകൾ, ലാൻഡ് അക്വിസിഷൻ 5ഓളം ഓർഡിനൻസുകൾ വന്നു. അങ്ങനെ ഈ ഒരു മാർക്കറ്റ് പ്രഷറിന് മുന്നിൽ ഒരു ഭരണകൂടം അങ്ങനെ തന്നെ വരുന്ന ഒരു കാഴ്ചയാണ്. ഈ പ്രത്യേകിച്ചും പാർലമെന്റിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ചർച്ചയോ പ്രത്യേകമായിട്ടുള്ള നിയമ ഭേദഗതികൾക്കോ തയ്യാറാവാതെയാണ് ഗവൺമെന്റ് തയ്യാറാവുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഇമ്പാക്ട് ഇതുകൊണ്ട് തന്നെ ഈ പോളിസികളുടെ ഈ പോക്കിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കും. അതിന്റെ ഒരു സൂചനയാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്നുള്ളതാണ്. ശ്രീ ജിഗേഷ്, ഒന്ന് ചോദിച്ചോട്ടെ. അതായത് നമുക്ക് ഓഹരി സൂചികകളിലെ ഈ കയറ്റിറക്കങ്ങൾ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരുന്നു എന്നുള്ള അറിവ് ലഭിച്ചിരുന്നു. പ്രത്യേകിച്ച് സെൻസെക്സും BSEയും ഇന്ന് നിഫ്റ്റിയിൽ 7 വർഷത്തിനിടെ ഉണ്ടായ ഒരു ദിവസത്തെ ഏറ്റവും വലിയ ഇടിവുകളായിട്ടാണ് ഇന്നത്തെ കാണിക്കുന്നത്. BSEയുടെ ചരിത്രത്തിൽ ഇത് 4ാമത്തെ തവണയാണ്. ബാങ്കിംഗ് ഓഹരികൾക്കൊക്കെ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. 7 ലക്ഷം കോടി രൂപ എന്ന് പറയുന്നത് വലിയൊരു തുകയായിട്ട് തന്നെ നമ്മൾ കാണേണ്ടി വരുന്നു. ഇത് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഒരു പരിധി വിട്ടിട്ട് ഇത്തരം വിറ്റഴിക്കലോ അല്ലെങ്കിൽ ഇതിന്റെ ഇടിവ് സംഭവിക്കുന്നതോ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ നിലവിലില്ലേ? അല്ല, ഒരു ഘട്ടത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു ഗവൺമെന്റിന്റെ ഒരു പ്രതികരണം, എപ്പോഴെല്ലാം ഓഹരി സൂചിക താഴേക്ക് വന്നിരുന്നുവോ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ചിദംബരം നേരിട്ട് വന്ന് ഗവൺമെന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകുകയും അങ്ങനെ ഈ ഓഹരി വിപണിയെ പിടിച്ചു നിർത്താനുള്ള ചില ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അത് സ്വാഭാവികമായിട്ടും ഈ ഗവൺമെന്റ് തന്നെ വീണ്ടും ഇതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പബ്ലിക് ഇനിയിപ്പോ അടുത്തതായിട്ട് ഒരു പക്ഷെ ചെയ്യാൻ പോകുന്നത് തന്നെയായിരിക്കും കൂടുതൽ പബ്ലിക് സെക്ടർ നവരത്ന അടക്കമുള്ള കൂടുതൽ പബ്ലിക് സെക്ടർ കമ്പനികളുടെ ഓഹരികളെ ഈ മാർക്കറ്റിൽ എത്തിക്കുകയും അവയുടെ ഷെയറുകൾ വിൽപ്പനയ്ക്ക് യോഗ്യമാക്കുകയും ചെയ്യുക വഴിയായിരിക്കും ഗവൺമെന്റ് ഒരുപക്ഷെ ഈ ക്രൈസിസിനെയും കൂടുതൽ മണി ഷെയർ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുക എന്നുള്ള ഗവൺമെന്റിന്റെ തന്ത്രം തന്നെയായിരിക്കും ഈ അവസരത്തിൽ ഉണ്ടാകാൻ സാധ്യത. ആ ഒരു പ്രഷർ, അത്തരത്തിലൊരു പ്രഷറാണ് സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഗവൺമെന്റിൽ ഉണ്ടാക്കാനും സാധ്യത. അതിന്റെ ചർച്ചകൾ ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലും അതിന് മുൻപ് നടത്തിയ മന്ത്രിസഭാ യോഗത്തിലും എങ്ങനെ കൂടുതൽ പബ്ലിക് ഫണ്ട്, കൂടുതൽ ഈ പബ്ലിക് സെക്ടറിന്റെ ഫണ്ട് കൂടുതൽ ഷെയർ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത്. അത് തന്നെ മറ്റൊരു ഇമ്പാക്ട് ഇതുമായിട്ട് തുടർന്ന് കാണേണ്ടത് ഇപ്പോൾ ബാങ്കിംഗ് ബിൽ പാസ്സായി.
പെൻഷൻ ബിൽ പാസ്സായി. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ പാസ്സായ 2 പ്രധാനപ്പെട്ട ബില്ലുകളാണ്. അവയുടെ ഇമ്പാക്ട് എന്തായിരിക്കും? ഇത്രയും കാലം ഇന്ത്യയുടെ ബാങ്കിംഗ് മേഖലയെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പെൻഷൻ സെക്ടറിനെ പിടിച്ചു നിർത്തിയത് അത് ഒരു ഗവൺമെന്റ് സപ്പോർട്ടോടുകൂടി നടന്നിരുന്ന കൂടുതൽ FDI അല്ലെങ്കിൽ FIIക്ക് സാധ്യത ഇല്ലാത്ത രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തിരുന്ന ഒന്ന് എന്നുള്ള നിലയ്ക്കായിരുന്നു. ഇപ്പൊ ബാങ്കിംഗ് മേഖല, ഇൻഷുറൻസ് മേഖല കൂടാതെ പെൻഷൻ മേഖലയും ഏതാണ്ട് പൂർണ്ണമായി തന്നെ മൂലധന വിപണിയിലേക്ക് തുറന്നു വച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇതിന്റെ ഇപ്പോൾ ക്രൈസിസിന്റെ ഇമ്പാക്ട് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ രൂക്ഷമായിരിക്കും. പ്രത്യേകിച്ചും ഇതിന്റെ ഇമ്പാക്ട് ഓൺ ഇന്ത്യൻ നമ്മുടെ ബാങ്കിംഗ് സെക്ടറിൽ അതിന്റെ രൂക്ഷമായ പ്രതിഫലനം ഉണ്ടാവാൻ തന്നെയാണ് കാരണം. അതുകൊണ്ട് തന്നെയാണ് വളരെ സജീവമായിട്ട് RBI ചെയർമാനെ പോലെയുള്ളവർ, RBI ഗവർണറെ പോലെയുള്ളവർ ഇതിനകത്ത് ഇടപെട്ട് സംസാരിക്കുന്നതും ജെയ്റ്റ്ലി കൈ കഴുകി കഴിഞ്ഞിരിക്കുന്നുള്ളൂ. അദ്ദേഹം പറയുന്നത് ഇന്റർനാഷണൽ റീസൺസ് ആണ് കാരണം എന്നുള്ളത് തന്നെയാണ്. സക്സസീവ് ഗവൺമെന്റ്സ് പലപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഇത് ഇന്റർനാഷണൽ റീസൺ ആണ് ഇതിന് പുറകിൽ എന്നുള്ളത്. പക്ഷെ കൃത്യമായ ഒരു ഗവൺമെന്റ് ഇടപെടൽ തന്നെയായിരിക്കും മിക്കവാറും. കാരണം അല്ലാതെ പബ്ലിക് മണി കൊണ്ടല്ലാതെ ഈ കോർപ്പറേറ്റ് ഫണ്ടിങ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഈ NPA ഉപയോഗിച്ചോ നോൺ പെർഫോമിംഗ് അസറ്റ്സ് തിരിച്ചു പിടിച്ചോ ഒന്നും ഇതിന് ഒരു മാച്ച് ചെയ്യാനുള്ള സംവിധാനം ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറല്ല എന്നുള്ള സൂചനകൾ നമുക്ക് നേരത്തെ തന്നെ കിട്ടി. ശ്രീ ജിഗേഷ്, ദയവായി തുടരുക. ശ്രീ മാർട്ടിൻ പാട്രിക്, അതായത് ഇന്നത്തെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞിരിക്കും. ഇന്നത്തെ US ഡോളറുമായി കമ്പയർ ചെയ്യുമ്പോൾ 66.72 രൂപയാണ്. അതായത് അപ്പോൾ സ്വാഭാവികമായിട്ടും RBI ഗവർണർ ഇടപെട്ടിരിക്കുന്നു. ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് RBI രൂപയുടെ മൂല്യം കുറയ്ക്കുന്നത് പൊതു ആവശ്യം മുൻനിർത്തി അല്ലെന്ന് പറയുമ്പോൾ തന്നെ RBI ഗവർണർ രഘുറാം ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വിദേശ നാണ്യശേഖരം അല്ലെങ്കിൽ വിദേശ നാണ്യശേഖരം ഉപയോഗിക്കാൻ ഗവൺമെന്റ് അല്ലെങ്കിൽ RBI നിർബന്ധിതമായി തീരും. അത് എന്തുകൊണ്ടാണ്, അതെങ്ങനെയാണ് അത് വരുന്നത്? അതുകൊണ്ട് ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ സാധിക്കുമോ? ഇന്ത്യൻ രൂപയുടെ മൂല്യം എങ്ങനെയാണ് അത് നിലനിർത്താൻ അല്ലെങ്കിൽ ഉയർത്താൻ സാധിക്കുക? രഘുറാം രാജൻ ഗവർണറായിട്ട് അധികാരം ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം അന്താരാഷ്ട്ര കമ്പോളത്തിൽ കുറഞ്ഞിരിക്കുകയായിരുന്നു. ഏതാണ്ട് 68 രൂപ എത്തിയ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് അദ്ദേഹം ഇടപെടുകയും നല്ല കുറച്ച് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് അത് കരകയറി ഒരു 62 രൂപയിലെത്തിയത്. വീണ്ടും അത് കഴിഞ്ഞ ആഴ്ച മുതൽ, പ്രത്യേകിച്ച് 2 ആഴ്ചയായിട്ട് അത് കുറഞ്ഞു വന്ന് ഇപ്പോൾ 66 രൂപയിലെത്തിയിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഡോളറിന്റെ ശക്തി പ്രാപിക്കലാണ്. ഡോളർ ശക്തി പ്രാപിക്കാൻ ഒരു കാര്യം, അമേരിക്ക കുറച്ച് റിക്കവർ ചെയ്യുന്നു, കുറച്ചു ചെറിയ തോതിൽ റിക്കവർ ചെയ്യുന്നു. അതുകൊണ്ടിട്ട് അവരുടെ ഡോളറിനോടുള്ള ഡിമാൻഡ് അന്താരാഷ്ട്ര കമ്പോളത്തിൽ കൂടി. അങ്ങനെ വന്നപ്പോൾ ഡോളർ ശക്തി പ്രാപിച്ചപ്പോൾ ഇന്ത്യൻ രൂപയ്ക്ക് കുറച്ച് ക്ഷീണമാവും, സ്വാഭാവികമായിട്ടും ആകും. കാരണം ഇന്ത്യയിലെ പിന്നീട് നമുക്ക് ഇമ്പോർട്ടേഴ്സിനും ഡോളർ വളരെ ആവശ്യമാണ്. ആ സാഹചര്യത്തിൽ രഘുറാം രാജൻ പറഞ്ഞെടുത്താണ് നമുക്ക് യോജിക്കാൻ പറ്റുക. അതാണ് ഒരു രാജ്യത്തിന് അഭികാമ്യമായിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത്. കുറച്ച് പിന്നീട് അതേസമയം ഒരു പരിധി വിടാതെ കുറച്ച് ഡോളർ എടുത്ത് നമ്മൾ വേണ്ടി വന്നാൽ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ടിട്ട് തന്നെ ഈ പ്രശ്നം നേരിടുമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ആർജവമുള്ള ഒരു ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പരാമർശമായിട്ട് തന്നെ അത് കാണണം. അങ്ങനെ ഇതിനെ പരിഹരിക്കാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ കയ്യിൽ വേറെ വഴിയില്ല. നമുക്കിനെ എക്സ്പോർട്ട് വർദ്ധിപ്പിച്ചിട്ട് വേണം നമുക്ക് കൂടുതൽ ഡോളർ കിട്ടേണ്ടത്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയുടെ ഈ കറന്റ് അക്കൗണ്ട് കമ്മി എങ്ങനെയാണ്? വളരെ ഭദ്രമാണെന്നുള്ള ഒരു അഭിപ്രായം കൂടി RBI ഗവർണർ ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് കമ്മി ഇപ്പൊ ഭദ്രമായിരിക്കുന്നത് വേറെ 2-3 ഘടകങ്ങൾ കൂടി കൊണ്ടിട്ടാണ്. ഒന്നെന്ന് പറയുന്നത് ഈ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞത് കൊണ്ടിട്ട് തന്നെ നമുക്ക് അതിലുള്ള ഇമ്പോർട്ട് ബില്ല് കുറയുന്നു. ആ ഇമ്പോർട്ട് ബില്ല് കുറഞ്ഞത് കൊണ്ടിട്ട് നമുക്ക് കറണ്ട് അക്കൗണ്ട് കമ്മി കുറഞ്ഞിരുന്നു. പിന്നെ 2 ആഴ്ചയ്ക്ക് മുമ്പ് വരെ നമുക്ക് വലിയൊരു ഇമ്പോർട്ടായിരുന്നു, ഗോൾഡിന്റെ വില കുറവായിരുന്നു. അതുകൊണ്ട് ഗോൾഡിന്റെ വില കുറവായിരുന്നതുകൊണ്ടും കറണ്ട് അക്കൗണ്ട് കമ്മിക്ക് നമുക്ക് അനുകൂലമായിരുന്നു. പിന്നെ നമ്മളൊന്നും ഉദ്ദേശിക്കാത്ത രീതിയിൽ രാജ്യം വളർന്നിട്ടില്ല, രാജ്യത്തിനകത്ത് വ്യവസായ രംഗം വളർന്നിട്ടില്ല. അതുകൊണ്ടിട്ട് ഈ ഇമ്പോർട്ട് ഭയങ്കര ഗംഭീരമായിട്ട് പിന്നീട് വന്ന് സംഭവിക്കുന്നില്ല. അപ്പോൾ ഒരു മാന്ദ്യവുമായിട്ട് അതിനെ കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്നതാണ് അതിന്റെ. ശ്രീ ജിഗേഷ്, ഈ പറഞ്ഞതിൽ നിന്ന് തുടർച്ചയായി, അതായത് പണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സാമ്പത്തിക മാന്ദ്യം, റിസഷന്റെ ഒരു കാലത്തിൽ ഇന്ത്യയെക്കുറിച്ച് പൊതുവെ പറഞ്ഞിരുന്നത് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ള രാഷ്ട്രമായതുകൊണ്ട് ഇന്ത്യക്ക് ആ റിസഷന്റെ വലിയ തിരിച്ചടികൾ നേരിടാതെ രക്ഷപ്പെട്ടു പോകാൻ പറ്റി എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യം മാറിയിട്ടുണ്ടോ? പ്രത്യേകിച്ചും ഈ രീതിയിൽ ഓഹരി സൂചികകൾക്ക് കനത്ത തിരിച്ചടി നേരിടുന്ന അനുഭവം കൂടി കണക്കാക്കുമ്പോൾ.
തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. ഇപ്പൊ ബാങ്കിങ് സെക്ടറിലും ഇൻഷുറൻസ് സെക്ടറിലും നേരത്തെ ഈ പറഞ്ഞ നിയമ ഭേദഗതികൾ കൊണ്ടുവന്നത്. രണ്ടാമതായിട്ട് ഇപ്പോൾ RBI തന്നെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്കാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഫൈനാൻസ് സെക്രട്ടറിയെ RBI ബോർഡിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളുണ്ടായി. അതിനെ പല രീതിയിൽ തന്നെ ഇപ്പോ മാർക്കറ്റ് സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള പല ഇക്കണോമിസ്റ്റുകളും ഇക്കണോമിക് റൈറ്റേഴ്സും അതിനെ എതിർത്തുകൊണ്ട് കോളങ്ങൾ എഴുതുകയുണ്ടായി. കാരണം നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ 90കളുടെ അവസാനം ഉണ്ടായ റിസഷനിലും 2000-ലുണ്ടായ റിസഷനിലും 2008-ലുണ്ടായ റിസഷനിലും എല്ലാം ഇന്ത്യൻ സാമ്പത്തിക സ്ഥിതിയെ കുറച്ചെങ്കിലും മെച്ചപ്പെട്ട രീതിയിൽ പിടിച്ചു നിർത്താൻ സഹായിച്ചത് നമ്മുടെ ബാങ്കിങ് സെക്ടർ തന്നെയാണ്. നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കിങ് സെക്ടർ തന്നെയാണ് അതിന് സഹായിച്ചത്. അപ്പോൾ ആ സെക്ടറിനെ കൂടി ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള നിയമനിർമ്മാണങ്ങളും അതിന്റെ എക്സിക്യൂട്ടീവ് ഡിസിഷൻസും വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ വരുന്ന ഇപ്പോൾ റിസഷൻ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായി തുടരുക എന്നുള്ളതാണ്. കാരണം എപ്പോഴെപ്പോൾ കൂടുതൽ ക്രൈസിസ് വരുമ്പോൾ അപ്പോഴപ്പോൾ പബ്ലിക് മണിയാണ് ഗവൺമെന്റ് ഈ ഒരു മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്നത്. 5 ലക്ഷം കോടി രൂപ ഓരോ വർഷവും കോർപ്പറേറ്റുകൾക്ക് നികുതി ഇനത്തിൽ സഹായമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ വിവിധ തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ സോപ്പുകൾ ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രശ്നം അനുഭവിക്കുന്നത് ഇവിടുത്തെ വർക്കിംഗ് ക്ലാസ് സാധാരണക്കാരനും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ BMS അടക്കമുള്ള INTUC അടക്കമുള്ള എല്ലാ ട്രേഡ് യൂണിയനുകൾക്കും ഒരുപക്ഷെ ഒരു പൊതു പണിമുടക്ക് ഈ ഒരു ഡിസ്ട്രസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള കഴിഞ്ഞ 19 വർഷമായിട്ടുള്ള ഒരു ഡിസ്ട്രസിൽ നിന്ന് തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങളും മുന്നോട്ട് വരുന്നത്. ഇപ്പോ 3.5 ലക്ഷം കർഷകർ ആത്മഹത്യ ചെയ്ത ഒരു 19 വർഷത്തിനിടയ്ക്ക് 3.5 ലക്ഷം കർഷകർ ആത്മഹത്യ ചെയ്ത ഒരു രാജ്യമാണിത്. അപ്പൊ സാമ്പത്തിക രംഗത്തെ മാന്ദ്യം തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഗ്രാമങ്ങളിലേക്കും റൂറൽ ഡിസ്ട്രസ് ആയിട്ടും ഫാർമേഴ്സ് അഗ്രേറിയൻ ഡിസ്ട്രസ് ആയിട്ടും ഒക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെയെല്ലാം ചെറുതായ രീതിയിലെങ്കിൽ പിടിച്ചു നിർത്തിയിരുന്നത് നമ്മുടെ ബാങ്കിങ് മേഖലയാണ്, നമ്മുടെ പെൻഷൻ മേഖലയാണ്, നമ്മുടെ EPF പോലെയുള്ള സംവിധാനങ്ങളാണ്. അവയിലെല്ലാം ഇപ്പോൾ ഈ മാർക്കറ്റ് ഇന്റർവെൻഷൻ കൂടുതൽ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ക്രൈസിസിന്റെ ആക്കം കൂട്ടുകയാണ് ചെയ്യുക. അത് സ്വാഭാവികമായിട്ടും ആളുകളെ വ്യത്യസ്ത രീതിയിലുള്ള ഓൾട്ടർനേറ്റ് ഇക്കണോമിക് പോളിസികളിലേക്ക് മാറ്റാൻ പല ലോകത്തെമ്പാടും സ്പെയിനിലും ഗ്രീസിലും എല്ലാം കണ്ട പോലെയുള്ള പ്രൊട്ടസ്റ്റുകൾ ഒരുപക്ഷെ ഇന്ത്യയിലും വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഒരുപക്ഷെ നമുക്ക് സാമാന്യ ജനതയ്ക്ക് ഓഹരി നിക്ഷേപം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പറയുന്നത് ബുള്ളിയൻ, ഇതൊരു തരം ഗാംബ്ലിംഗ് ആയി അല്ലെങ്കിൽ ഊഹക്കച്ചവടത്തിൻ്റെതായി മാറുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഈ തിരിച്ചടികൾ തരണം ചെയ്യാൻ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് കോർപ്പറേറ്റ് കമ്പനികളുടെ കാര്യമല്ല പറയുന്നത്. ആ വിഷയം കൂടെ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാമെന്ന് വരുന്നു. ന്യൂസ് ആൻഡ് വ്യൂസ് തുടരുന്നു. ആഗോള വിപണിയിലെ തകർച്ച ഇന്ത്യൻ ഓഹരി സൂചികൾക്ക് കനത്ത തിരിച്ചടിയായി എന്നുള്ള വിഷയമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കമ്പനികളുടെ ഒറ്റ ദിവസം കൊണ്ട് 7 ലക്ഷം കോടി രൂപയുടെ ഇടിവ് ഇന്നുണ്ടായിരിക്കുകയാണ്. മാത്രമല്ല രൂപയുടെ മൂല്യം വീണ്ടും താഴോട്ട് പോകുന്നു. ക്രൂഡ് ഓയിൽ വില ഏറ്റവും താഴ്ന്ന 6.5 വർഷത്തിനുള്ളിൽ ഏറ്റവും താഴ്ന്ന വിലയിലാണ് ഇരിക്കുന്നത്. ഒപ്പം ഈ പ്രതിസന്ധി മറികടക്കാൻ ചില നടപടികളുമായി പ്രത്യേകിച്ച് വിദേശ നാണ്യശേഖരം ഉപയോഗിക്കുമെന്നുള്ള രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ RBI ഗവർണറിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. നമ്മോടൊപ്പം ശ്രീ ഡോക്ടർ മാർട്ടിൻ പാട്രിക് ചേരുന്നു. നമുക്ക് ഒരു കാര്യം കൂടി അറിയാനുള്ളൂ. ഈ ഓഹരി സൂചികകളിൽ ഉണ്ടാകുന്ന ഈ തിരിച്ചടികൾ അത് എത്രമാത്രം അത് സെബിയുടെ കൺട്രോളാണ്, അതല്ലെങ്കിൽ ഈ വിദേശ ഫോറിൻ എക്സ്ചേഞ്ചുമായി ഈ സ്റ്റോക്ക് മാർക്കറ്റിന് ബന്ധങ്ങളുണ്ടോ? എങ്ങനെയായിരിക്കും അത്? ഇപ്പോൾ 1991 ശേഷം നമുക്ക് ചില സ്കാമുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന്റെ എണ്ണം അതിന് മുൻപിലത്തെ അപേക്ഷിച്ച് കുറഞ്ഞു വരിക. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സെബിയുടെ ഇടപെടൽ തന്നെയാണ്. സെബി നിയന്ത്രണം ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിനോടൊപ്പം തന്നെ അനാരോഗ്യമായിട്ടുള്ള ചില പ്രവണതകളും കാണാം. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് തീർന്നാൽ ഒരു സർക്യൂട്ട് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്താണ് ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഇടയ്ക്ക് പിന്നീട് 2 മണിക്കൂറത്തേക്ക് ട്രേഡ് ബ്രേക്ക് ചെയ്യാം, ഇത്ര ശതമാനം താഴ്ന്നു കഴിഞ്ഞ് തീർന്നാൽ എന്നുള്ള ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ കൂടിയാൽ അതെ അപ്പുറവും ഇപ്പുറവും പ്രൈസ് റേഞ്ചിന്റെ. പക്ഷേ ഇപ്പം ഈ സർക്യൂട്ട് ഫിൽട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്.
അതിനകത്ത് നമ്മൾ 10 പേര് ഇപ്പോൾ ഓർഡർ ചെയ്താലും ഈ 10 പേരുടെ ഓർഡർ ഉടനെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യത്തില്ല. അതിന് ആദ്യത്തെ ആണ്ടത് കൊടുത്തിട്ട് മറ്റുള്ളവരെ വെയിറ്റിംഗിൽ നിർത്തും. അപ്പോൾ നമുക്ക് 1500 പോയിന്റ് ഇടിയണമെന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ചിലപ്പോൾ ആദ്യം ഇടിയുന്നത് 100 പോയിന്റ് ആയിരിക്കും. ഗ്രാജുവലായിട്ട് ഇടിപ്പിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ശതമാന കണക്കെടുക്കുമ്പോൾ മാക്സിമം എത്ര വരെ പോവാം? അത് 10% ഉണ്ട്, 20% ഉണ്ട്. റേറ്റ് അങ്ങനെ അനുസരിച്ചിട്ട് പല റേഞ്ച് ഉണ്ട്. ആ റേഞ്ച് അനുസരിച്ച് 2 മണിക്കൂറിന് ഹോൾട്ട് ഉണ്ട്, 1 മണിക്കൂറിന്റെ ഹോൾട്ട് ഉണ്ട്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഇപ്പോഴത്തെ ഈ സെബിയുടെ നിയന്ത്രണം പോലും അസ്ഥാനത്താക്കിക്കൊണ്ടിട്ടുള്ള ഒരു ഫിൽട്ടർ. അത് നല്ലതാണെന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ അത് ഈ സർക്യൂട്ട് ഫിൽട്ടർ എന്ന് പറയുന്ന ഈ സംവിധാന എക്സ്ചേഞ്ച് സിസ്റ്റത്തിൽ വന്നതോട് കൂടിയിട്ട് എന്താ സംഭവിക്കുന്നു പറയുന്നത്, പെട്ടെന്ന് പിന്നീട് വ്യാപാരം നിർത്തിവെക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംഭവിക്കുന്നില്ല എന്നതാണ്. അത് നല്ലതായിട്ട് കാണുന്നവരുണ്ട്. നമ്മോടൊപ്പം ബിസിനസ് ലേഖകനും സാമ്പത്തികാര്യ വിദഗ്ധനുമായി ശ്രീ ജോർജ് ജോസഫ് ചേരുന്നു. ശ്രീ ജോർജ് ജോസഫ്, ഇന്നത്തെ സാമ്പത്തിക മേഖലയിൽ ഇന്ത്യയിൽ നിന്ന് വളരെ മോശമായ റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ആഗോള വിപണിയിലെ തകർച്ച ഇന്ത്യൻ ഓഹരി സൂചികൾക്ക് കനത്ത തിരിച്ചടിയായി. അതോടൊപ്പം തന്നെ പല കമ്പനികളുടെയും വിപണി മൂല്യത്തിൽ വൻ ഇടിവുണ്ടായിരിക്കുന്നു. രൂപയുടെ മൂല്യം വീണ്ടും താഴോട്ട്, ഒപ്പം ഈ സ്വർണത്തിന്റെ വില കൂടുന്നു. എങ്ങനെ കാണുന്നു? പ്രത്യേകിച്ചും ക്രൂഡ് ഓയിൽ വിലയും വളരെ താഴ്ന്ന നിലയിലാണ്. ഇത് തീർച്ചയായിട്ടും വലിയൊരു പ്രതിസന്ധിയുടെ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് കാണാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഇപ്പോ ഗൾഫ് മേഖലയില് ക്രൂഡ് ഓയിലിന്റെ വില കുറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ മേഖലയിൽ തീർച്ചയായിട്ടും അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങും. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. ഗൾഫ് മേഖലയിൽ ഉണ്ടാവുന്ന ഏതൊരു പ്രതിസന്ധിയും തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയും പ്രത്യേകിച്ച് കേരളവുമായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ഓഹരി വിപണിയിൽ ഉണ്ടായിട്ടുള്ള തകർച്ചയും അതുപോലെ രൂപയുടെ മൂല്യത്തകർച്ചയും. രൂപയുടെ മൂല്യത്തകർച്ചയെ നമ്മൾ കാണേണ്ട ഒരു സാഹചര്യം ചൈനീസ് കറൻസിയുടെ യുവാന്റെ മൂല്യത്തിന്റെ ഇടിവിനെ തുടർന്ന് ഉള്ള ഒരു പ്രത്യാഘാതം എന്നുള്ള നിലയിലാണ്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പർപ്പസ്ഫുൾ ആയിട്ട് പ്ലാൻഡ് ആയിട്ട് യുവാന്റെ മൂല്യം കുറയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഗവൺമെന്റ് ഇടപെട്ട് തന്നെ ചെയ്തൊരു കാര്യമാണ്. അത് ആഗോള വിപണി പിടിച്ചടക്കാനുള്ള ചൈനയുടെ ഒരു തന്ത്രമായിട്ടാണോ താങ്കൾ വിലയിരുത്തുന്നത്? എക്സ്പോർട്ട് പ്രൊമോഷനാണ് അതിനായിട്ട് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും അവർ ഉദ്ദേശിക്കുന്നത്. കാരണം ചൈന എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ഹബ്ബായി, ലോകത്തിന്റെ മാനുഫാക്ചറിങ് ഹബ്ബ് എന്നുള്ള രീതിയിൽ വളരെ ശക്തമായിട്ട് വളർന്നു കഴിഞ്ഞു. ലോകത്ത് പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ പലതും ഇന്ന് നിർമ്മിച്ചു കൊടുക്കുന്നത് ചൈനയാണ്. അത് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ദോഷകരമാണ്. കാരണം ചൈനീസ് ഉൽപ്പന്നങ്ങൾ നമ്മുടെ മാർക്കറ്റിനെ പല രംഗങ്ങളിലും കീഴടക്കുന്നു. പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, അതുപോലെ ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, അതുപോലെ മൊബൈൽ ഫോൺ, അങ്ങനെയുള്ള നിരവധിയായ, ഇപ്പൊ അടുത്ത കാലത്തായിട്ട് 500 രൂപയ്ക്കും 600 രൂപയ്ക്കും ഒക്കെ മൊബൈൽ ഫോൺ വിൽക്കുന്ന, തെരുവുകളിൽ വിൽക്കുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായി. അപ്പോ ആ രീതിയിൽ ചൈന ഇന്ത്യയുമായി കോമ്പീറ്റ് ചെയ്ത് ഇന്ത്യൻ വിപണിയിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് വളരെ ഒരു കൗതുകത്തോടെയും അതുപോലെ അല്പം ആശങ്കയോടെയും വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാര്യം കൂടെ ശ്രീ ജോർജ് ജോസഫ്, നമുക്ക് ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം, ആഗോള വിപണിയിലെ വില വർധന ഇന്ത്യയിലും സ്വാഭാവികമായി പ്രതിഫലിക്കുന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്വർണ്ണ വിലയിൽ. അതേസമയം ക്രൂഡ് ഓയിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വളരെ ക്രമാനുഗതമായുള്ള താഴ്ചയ്ക്ക് അനുസരിച്ച് ഇന്ത്യയിൽ വില കുറയുന്നുമില്ല. സ്വർണത്തിനാണെങ്കിൽ വില കൂടുകയും ചെയ്യുന്നു. അതെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വർണത്തിന് വില കൂടും എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം മറ്റെല്ലാ വിപണികളും തകർന്നിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഏറ്റവും സുരക്ഷിത നിക്ഷേപം എന്നുള്ള നിലയിൽ കുറേയധികം നിക്ഷേപം സ്വർണത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വർണത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന പ്രതിസന്ധി മറികടക്കുന്നതിനുള്ള ഒരു സവിശേഷ അവസരമായിട്ട് ഇത് വരികയാണ്. അതോടൊപ്പം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രൂഡ് ഓയിലിന്റെ വിലയിടിവ് ബെനിഫിറ്റ് ചെയ്യുന്നില്ല. അത് ചെയ്യാതിരിക്കുന്നത് ഇന്ത്യൻ ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദോഷകരമായ ഒരു കാര്യമാണ്. കാരണം ഗവൺമെന്റ് ഇന്ന് ചെയ്തു കൊടുക്കേണ്ട കാര്യം ഇന്ധന വില താഴ്ത്തി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉൽപ്പന്നങ്ങളുടെ വില താഴാതെ നിർവാഹമില്ല. കുറെ കാലമൊക്കെ കച്ചവടക്കാരും മറ്റ് ആളുകളും ഒക്കെ തന്ത്രപൂർവ്വം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുമെങ്കിലും പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില താഴേക്ക് വരേണ്ടി വരും. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കുറയും.
അങ്ങനെയുള്ള പല കാര്യങ്ങളും വരും. പക്ഷേ ഒരു കാര്യം കൂടി ശ്രീ ജോർജ് ജോസഫ് താങ്കളോട്, അതായത് ഈ രൂപയുടെ മൂല്യം കുറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായി നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിൽ, ബ്രിട്ടനിൽ, ഗൾഫിൽ നിന്നുള്ളവരുടെയൊക്കെ പണം ഇന്ത്യയിലേക്ക് വൻതോതിൽ അയച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അത് അവർക്ക് സാമ്പത്തികമായി ഗുണം ചെയ്യുന്ന ഒരു അവസ്ഥ കൂടിയാണ്. അതെങ്ങനെ ഏതെല്ലാം രീതിയിൽ രാജ്യത്തിന് ഗുണകരമാകും, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു വശം? അത് ഈ രൂപയുടെ മൂല്യം കുറയുന്നു എന്നുള്ളതിന്റെ ഒരു ഗുണപരമായ ഒരു വശമാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യുവാൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുമ്പോൾ എക്സ്പോർട്ട് അധികരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെയുള്ള ഒരു ഇഫക്റ്റ് ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഏറ്റവും മാൻ പവർ എക്സ്പോർട്ടേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇങ്ങോട്ടുള്ള ആ ഒരു പുറത്തു നിന്നുള്ള ഫോറിൻ റെമിറ്റൻസിന്റെ കാര്യത്തിൽ ഒരു ഗണ്യമായിട്ടുള്ള ഒരു വർധനയുണ്ടാവും. അവിടുത്തെ ആളുകളെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടമാണ്. പക്ഷേ ആ ഒരു നേട്ടം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഭാഗമാണ്. അത് പക്ഷെ രൂപയുടെ മൂല്യം ഇടിയുക, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ കറൻസി താഴുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള സാധനങ്ങളുടെ വില വർദ്ധിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ആത്യന്തികമായി ആ ഒരു കാര്യം കടന്നു വരുന്നു, അല്ലെങ്കിൽ ഫോറിൻ റെമിറ്റൻസ് കൂടുന്നു എന്നുള്ളതിന്റെ കാര്യത്തിന്റെ പേരിൽ മാത്രം നമുക്ക് ഇതിനെ വിലയിരുത്താൻ കഴിയില്ല. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ കറൻസിയുടെ മൂല്യം ഇടിയുക എന്ന് പറയുന്നത് ദോഷകരമാണ്. ശ്രീ ജോർജ് ജോസഫ്, ഒരു കാര്യം, ഈ സ്വർണ്ണ വിലയെ പറ്റിയിട്ട് താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ഇനി സ്വർണ്ണവില ഈ നിലയിൽ തന്നെ ഇനി ഉയർന്ന വില കൂടാനാണോ സാധ്യത, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ? സ്വർണ്ണവില തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ വർദ്ധിക്കും, അത് ഒരു സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ മറ്റ് നിക്ഷേപ മാർഗങ്ങളുടെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് വലിയ ആശങ്ക. ഇപ്പൊ ഇത് കണ്ടത് എന്താ, നമ്മളെ ഇന്ത്യൻ വിപണിയിലും ചൈനീസ് വിപണിയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ നമ്മൾ അത്രയും അങ്ങനെ കാണില്ല. പക്ഷെ ഡൗ ജോൺസ് ന്യൂയോർക്കില് ഡൗ ജോൺസ് സൂചിക 1000 പോയിന്റോളാണ് താഴ്ന്നിരിക്കുന്നത്. അപ്പൊ ആഗോളതലത്തിൽ തന്നെ ഓഹരി വിപണി വലിയ ഭീഷണി നേരിടുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് നിക്ഷേപ മാർഗങ്ങൾ പൊതുവെ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ എല്ലാ നിക്ഷേപവും പിന്നെ നല്ലൊരു പങ്ക് സ്വർണത്തിലേക്ക് മാറും. 2-3 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചിത്രവതായിരുന്നില്ല, സ്വർണത്തിൽ നിന്ന് നിക്ഷേപം ഡോളറിലേക്കും മറ്റ് മേഖലകളിലേക്കും മാറുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. നമ്മളിപ്പം ശ്രീ ജിഗേഷ് ഉണ്ട്, ബിസിനസ് ലൈനിന്റെ അസോസിയേറ്റ് എഡിറ്ററാണ്, അസിസ്റ്റന്റ് എഡിറ്ററാണ്, സീനിയർ. നമുക്കറിയേണ്ടത് ഈ കയറ്റുമതിയാണ് ചൈന ലക്ഷ്യം വെക്കുന്നത് എന്ന് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു അഭിപ്രായ പ്രകടനം. കയറ്റുമതിക്ക് വേണ്ടിയിട്ടാണ് ചൈന ചെയ്യുന്നത്. അത് തന്നെ യൂറോപ്യൻ മേഖലയിലേക്കാണ് ഒരുപക്ഷെ ചൈന ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തുന്നത്. ഒരുപക്ഷെ അമേരിക്കയിലേക്കും ടോയ്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് അറിയാം. പക്ഷേ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ രൂപയുടെ വിലയിൽ, അവരുടെ നാണയത്തിന്റെ വിലയിടിവിൽ സംഭവിച്ചിരിക്കുന്നത് അമേരിക്കൻ ഡോളറിന്റെ വിലയിൽ, അല്ലെങ്കിൽ അമേരിക്കൻ ഡോളറിന്റെ മൂല്യം വർദ്ധിച്ചതായി വിലയിരുത്തപ്പെടുന്നു. അതെങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് ഈ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് ചൈനയുടെ നിലപാട് ഏതെങ്കിലും രീതിയിൽ അമേരിക്കയെ പ്രീണിപ്പെടുത്താനുള്ള രീതിയിൽ ആണെന്നുകൂടി അഭിപ്രായം ഉയരുമ്പോൾ? അല്ല, ഇപ്പോ ഈ ചൈനയിലെ യുവാന്റെ തകർച്ച ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടുള്ളതല്ല. ഇപ്പോ ഇത് കൂടുതൽ ക്രൈസിസിലേക്ക് പോകുമെന്നും, അതേസമയം തന്നെ യൂറോപ്പിലെ ഓസ്റ്റെറിറ്റി മെഷേഴ്സിന് ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും, അതുണ്ടാക്കാവുന്ന ഒരു സിസ്റ്റമിക് ക്രൈസിസ്, ഈ ഫൈനാൻസ് ക്യാപിറ്റലിന് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സിസ്റ്റമിക് ക്രൈസിസിനെ കുറിച്ച് നേരത്തെ തന്നെ ഒരുപാട് ഇടതുപക്ഷ ഇക്കണോമിസ്റ്റുകൾ മുന്നറിയിപ്പ് തന്നിരുന്നതാണ്. ഇത് ചൈനയിലെ യുവാൻ ക്രൈസിസ് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായ ഒരു സംഗതിയല്ല. ഇപ്പൊ അതിന് തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ സജീവമായ ഒരു ചർച്ച ചൈനയിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതൃത്വം തന്നെ നടത്തിയിരുന്നു. എങ്ങനെയാണ് ഈ ക്രൈസിസിൽ നിന്നും കരകയറണം എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ പ്രത്യേകമായ ഒരു വൺ ടൈം മെഷറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിസിഷനോ മാത്രം കൊണ്ട് ചെയ്യാവുന്ന ഒന്നായിട്ട് അവിടെ അത്തരം ചർച്ചകളെ വന്നിട്ടില്ല. ഇത് ഈ യൂറോപ്പിലുണ്ടായ ഓസ്റ്റെറിറ്റി മെഷേഴ്സിനെ തുടർന്നുണ്ടായ സാമ്പത്തിക തകർച്ചയെ പോലെ തന്നെ രൂക്ഷമായ ഒരു ക്രൈസിസ് തന്നെയാണ് ചൈനയിലെ ഇപ്പോ ഏഷ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ക്രൈസിസിന്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് ചൈനയിൽ വന്നിട്ടുള്ളത്. അതിനെ ഒരു 1-2 ചെറിയ തീരുമാനങ്ങൾ കൊണ്ട് മാറ്റാവുന്ന, അല്ലെങ്കിൽ അതിന് അമേരിക്കയുമായിട്ടുള്ള കയറ്റുമതി ബന്ധം അല്ലെങ്കിൽ അത്തരം ഒരു ചെറിയ ഒരു മെഷർ എടുക്കുക വഴി മാറ്റാവുന്ന ഒരു വിഷയമായിട്ടല്ല പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എന്നുള്ളതാണ്. അത്
സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ തന്നെ പല എക്കണോമിസ്റ്റുകളും അതിനെക്കുറിച്ച് നേരത്തെ തന്നെ ഗവൺമെന്റിനും ഒക്കെ വാൺ ചെയ്തു കൊടുത്തു. രഘുറാം രാജൻ തന്നെ അദ്ദേഹത്തിന്റെ മുൻ കോളങ്ങളിൽ പലപ്പോഴും ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. തിരിച്ചു വരാം. ഡോക്ടർ മാർട്ടിൻ പാട്രിക്, നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇടപെട്ട് ചെയ്യാനുണ്ടെന്നുള്ള കാര്യം ഉറപ്പ്. അതേസമയം റിസർവ് ബാങ്കിന്റെ ഇടപെടലിനുള്ള സാധ്യതകളിലേക്ക് കേന്ദ്ര സർക്കാർ ആവശ്യമില്ലാതെ ഇടപെടുന്നു എന്നുള്ള പരാതികളും ഒരു വശം നിൽക്കുന്നു. RBIയിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് അധികാരങ്ങൾ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രപ്പോസലും വന്നിരുന്നു. അത് പാർലമെന്റ് പാസ്സാക്കില്ലെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത്തരം ഇടപെടലുകൾ ഒരുപക്ഷെ ഒരു ഗവൺമെന്റിന്റെ സജീവമായ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അജണ്ട ഇത്തരം കാര്യങ്ങളിലേക്ക് വരുന്നത് ഗുണകരമാകുമോ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു പ്രതിഫലനം? അല്ല, RBIയുടെ ഇൻഡിപെൻഡൻസ് നശിപ്പിക്കുന്നത് ദോഷം ചെയ്യും, വളരെയധികം കുഴപ്പം ചെയ്യും. അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് സർക്കാർ അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഇന്ന് RBIയുടെ ഇൻഡിപെൻഡൻസ് കൊണ്ടിട്ട് കൂടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പൊതുമേഖലാ ബാങ്കുകൾ ശക്തമായിരുന്നത്. കാരണം ബാങ്കുകളെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. രണ്ടാമത്, ഇപ്പോഴത്തെ ഒരു ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിന്റെ പ്രശ്നത്തിലാണ് ഈ ഗവൺമെന്റിന് ഇത്ര വലിയൊരു ഈഗോ വന്നിരിക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഡിമാൻഡാണ് ജെയ്റ്റ്ലി കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്. ഇത് ഉടനെ തന്നെ ചെയ്തു കൊടുക്കത്തക്ക സാഹചര്യം രൂപപ്പെട്ടിട്ടില്ല. സ്വല്പം കൂടി വെയിറ്റ് ചെയ്യണമെന്നുള്ള ഒരു നിലപാടാണ് RBI ഗവർണർക്കുള്ളത്. ആ ഈഗോയുടെ ഒരു പ്രശ്നത്തിൽ, സർക്കാരിന്റെ ഒരു ഈഗോയുടെ പ്രശ്നത്തിൽ പെട്ടെന്ന് കൂടുതൽ ഗവൺമെന്റ് നോമിനികളെ തിരികെ കയറ്റിയിട്ട് RBIയുടെ ഇൻഡിപെൻഡൻസ് നശിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വളർച്ചയെ പിന്നോക്കം അടിക്കുന്ന ഒരു പ്രവണത, ഒരു നടപടിയായിട്ട് മാത്രമേ അതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. മറ്റൊന്ന് രണ്ട് കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, നമ്മുടെ ഈ ഫോറിൻ എക്സ്ചേഞ്ചും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലൊരു ബന്ധം കൂടിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ, നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ FIIയുടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ പണം ധാരാളമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചകളിൽ അത് വിഡ്രോ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എക്കോണമിയിൽ നിക്ഷേപിക്കപ്പെട്ട ഡോളർ ഉൾപ്പെടെയുള്ള വിദേശ കറൻസികൾ വേറെ എവിടെയൊക്കെ പോയിട്ടുണ്ട്. ഉദ്ദേശിക്കുന്നത് ഓഹരി വിപണിയിൽ അല്ലല്ല, ഫോറിൻ ഡയറക്ട് ഓഹരി വിപണിയിൽ മാത്രമായിട്ടുള്ള പണം വിഡ്രോ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മൂല്യത്തെ ബാധിക്കും, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിനെ ബാധിക്കും. അപ്പൊ ഓഹരി വിപണി ഇടിയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മളുടെ വളരെ ശക്തമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള ഒരു കൂട്ടരാണ് FIIക്കാർ. അത് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുമ്പോഴും നമുക്ക് തീർച്ചയായിട്ടും ഈ വിപണിയിൽ ക്രാഷ് സംഭവിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതിന് തുടക്കം ചൈനയുടെ പിന്നീട് നടപടിയായി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പേ തന്നെ ഞാൻ പറഞ്ഞതുപോലെ യൂറോപ്പിന്റെ അവസ്ഥ അത്ര മെച്ചമായിരുന്നില്ല. അപ്പോഴത്തന്നെ യൂറോപ്പിൽ മാർക്കറ്റുകളൊക്കെ കരകയറാതെ കിടക്കുകയായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല, ഈ പറഞ്ഞോട്ട് കൂട്ടി വായിക്കുമ്പോൾ ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യത്തിൽ വീഴ്ച വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചകങ്ങൾ കൂടി ചർച്ചയിൽ. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഒരു വലിയ ഘടകം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ ചൈനയുടെ കാര്യത്തിൽ വലിയ അപകടകരമായിട്ടുള്ള കെണികൾ കിടപ്പുണ്ട്. അത് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് ലോകത്തിന് തന്നെ വളരെ ത്രട്ട് സൃഷ്ടിക്കാൻ സാധ്യതയുള്ള സുതാര്യമല്ല. അവിടെ നിന്നിട്ട് പല അപകടകരമായിട്ടുള്ള വാർത്തകളും നമ്മൾ കേൾക്കും. അതിന് ഇപ്പം വേറൊരു ലക്ഷ്യവും കൂടിയുണ്ട്. ഈ യുവാന്റെ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്തതിൽ ഡെലിബറേറ്റ്, അതിന് ഡീവാലുവേഷൻ എന്നാ പറയുന്നത്, ഡിപ്രീസിയേഷൻ അല്ല, ഡീവാലുവേഷൻ ചെയ്തതിന്റെ പിന്നില് IMFന്റെ ബാസ്ക്കറ്റ് ഓഫ് കറൻസീസിൽ ഇടം പിടിക്കുക എന്നൊരു ലക്ഷ്യവും കൂടിയുണ്ട്. കാരണം IMF നിരന്തരമായിട്ട് പറയുന്നത് നിങ്ങളുടെ വാല്യൂ നാച്ചുറൽ വാല്യൂ അല്ല, മാർക്കറ്റിന് അനുസൃതമായിട്ടുള്ള വാല്യൂ അല്ല, വളരെ ഉയർന്നിരിക്കുകയാണ്, നിങ്ങൾ ഉയർത്തി വെച്ചിരിക്കുകയാണ്. അപ്പം അത് കുറച്ചു കൊണ്ടുവരാനായിട്ട് ഞങ്ങളിത് 3% കുറച്ചു, ഞങ്ങൾ മാർക്കറ്റിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇന്റർനാഷണൽ കറൻസിയുടെ ഒരു സ്വഭാവം ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരു ഇടം പിടിക്കാനുള്ള ഒരു ശ്രമവും ഇതിന്റെ കൂട്ടത്തിലുണ്ട്. പ്രധാനമായിട്ട് എക്സ്പോർട്ട് പ്രൊമോഷനാണ് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നതെങ്കിലും ഇത് അവരുടെ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ഇതിനകത്തൊരു പൊളിറ്റിക്സ് മാറ്റി വെച്ചിട്ട് നമുക്കിതിന്റെ ഇക്കണോമിക്സ് മാത്രം സംസാരിക്കാൻ പറ്റില്ല എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നൊരു പോയിന്റ്. ബിസിനസ് ലൈനിന്റെ സീനിയർ അസിസ്റ്റന്റ് എഡിറ്റർ ആയിട്ടുള്ള ശ്രീ ജിഗേഷിനോട് നമുക്ക് ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, ഇപ്പോഴത്തെ സംഭവവികാസം, ഈ പ്രതിഭാസം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഏതെല്ലാം രീതിയിൽ ബാധിക്കും? പ്രത്യേകിച്ചും നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സർവീസ് സെക്ടർ, അതുപോലെ വ്യവസായ മേഖല, ടൂറിസം, ഇതെല്ലാം ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നിലവിൽ വരുമോ? എങ്ങനെയാണ് താങ്കളുടെ വിലയിരുത്തൽ, ശ്രീ ജിഗേഷ്? അല്ല, തീർച്ചയായിട്ടും ഇത് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ റിഫോംസിന്റെ
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ത്യയിലെ മാർക്കറ്റ് ഇക്കോണമിയിൽ കൊണ്ടുവരുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവച്ച മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗിനെ കുറിച്ച് പറഞ്ഞിരുന്ന ഒരു തമാശയുണ്ട്. അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന്റെ അസറ്റ്സ് ഡിക്ലെയർ ചെയ്തപ്പോൾ ഏതാണ്ട് 10 കോടിയോളം രൂപ വരുന്ന വീട്, കാർ ഇതെല്ലാം അടക്കമുള്ള അസറ്റ്സ് ഡിക്ലെയർ ചെയ്തപ്പോൾ അദ്ദേഹം ഡെപ്പോസിറ്റിനായിട്ട് സ്വീകരിച്ചിരുന്നത് സ്റ്റോക്ക് മാർക്കറ്റുകളോ മ്യൂച്വൽ ഫണ്ടുകളോ ഒന്നുമല്ലായിരുന്നു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പദ്ധതിയായിരുന്നു, പിന്നെ കുറച്ച് സ്വർണവും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഡെപ്പോസിറ്റുകൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ വളരെ ട്രഡീഷണലായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം, ഒരു അധ്യാപകനായിരുന്ന ഒരു പ്രൊഫസറായിരുന്ന അദ്ദേഹം, ഒരു മികച്ച എക്കണോമിസ്റ്റ് ആയിരുന്നിട്ട് കൂടി അദ്ദേഹം മാർക്കറ്റ് ഇക്കോണമിയെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളായിരുന്നിട്ട് കൂടി അദ്ദേഹം കൺസർവേറ്റീവ് ആയിട്ടുള്ള മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ ബഹുഭൂരിപക്ഷം ഇന്ത്യയിലെ ജനങ്ങളും സ്വർണം, നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വർണം, അതുപോലെ ചെറിയ ചെറിയ ബാങ്ക് നിക്ഷേപങ്ങൾ, ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സെറ്റപ്പ് പോയിരുന്നത്. അപ്പൊ ഈ സിസ്റ്റമിക് ആയിട്ടുള്ള ചേഞ്ചസ്, ബാങ്കിങ് റിഫോംസ്, പെൻഷൻ റിഫോംസ് അടക്കമുള്ള സിസ്റ്റമിക് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തുമ്പോൾ അത് ആദ്യം ബാധിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരനെ തന്നെയായിരിക്കും. സ്വാഭാവികമായിട്ടും കൃഷി അടക്കമുള്ള മേഖലകളിൽ ഇൻവെസ്റ്റ്മെന്റ് കുറയും. അത് കൂടുതൽ ഭക്ഷ്യധാന്യം ഉൽപാദനം അടക്കമുള്ള വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഭാവിയിൽ സാധ്യതയുണ്ട്. വിദേശ മൂലധനത്തിന്റെ ഒഴുക്ക് ഇപ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞിരിക്കുകയാണ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കുറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ നിരവധി ചെറിയ ചെറിയ സൂചനകൾ ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എംപ്ലോയ്മെന്റ് ജനറേഷൻ കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ മാത്രം കാര്യമല്ല, ഇത് പടിപടിയായി ഇപ്പോൾ ഒരു 2006 മുതൽ 2008 വരെയുള്ള സമയത്ത് ചെറിയ ഉയർച്ച കണ്ടെങ്കിൽ കൂടിയും പടിപടിയായി അത് താഴ്ന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഇത് എല്ലാ മേഖലകളെയും ബാധിക്കും. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഗ്രീസിലെയും മറ്റും സംഭവിച്ച പോലെ സമാനമായ ഒരു അന്തരീക്ഷം വൻതോതിലുള്ള പ്രൊട്ടസ്റ്റുകൾക്കും ഒക്കെ വഴിതെളിക്കാനുള്ള ഒരു സാഹചര്യമായിരിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. ഈ സെപ്റ്റംബർ 2-ാം തീയതിയിലെ പൊതുപണിമുടക്കടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഇത് കേവലം ഒരു സാമ്പത്തിക പ്രശ്നമല്ല, ഇതൊരു പൊളിറ്റിക്കൽ ഇക്കണോമിക് ക്രൈസിസിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും. ശ്രീ ഡോക്ടർ മാർട്ടിൻ പാട്രിക്, നമുക്ക് അറിയാം ഈ വിഷയം ഒരുപക്ഷെ കോർപ്പറേറ്റുകളെയോ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികളെയോ അല്ലെങ്കിൽ വലിയ നിക്ഷേപകരെയോ മാത്രം ബാധിക്കുന്ന ഒരവസ്ഥ കൂടാതെ സാധാരണക്കാരെ അല്ലെങ്കിൽ ഒരു മധ്യവർഗ സമൂഹവും വളരെയധികം വിശ്വസിച്ചുകൊണ്ട് ഈ ഓഹരി വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ പല സുഹൃത്തുക്കളും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ വലിയ ആശങ്കയിലാണ്. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണ വിലയിൽ ഉണ്ടാവുന്ന വലിയ വലിയ മാറ്റങ്ങൾ കുറച്ചു കാലം മുമ്പ് വളരെയധികം താഴ്ന്നു, വീണ്ടും കൂടുന്നു. ഇതെല്ലാം നമ്മൾ കോർപ്പറേറ്റുകളെ അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റേഴ്സിനെ മാറ്റി നിർത്തി സാധാരണ ജനങ്ങളെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമായി തന്നെ ഇതിനെ കാണണ്ടേ, അല്ലെങ്കിൽ ആ രീതിയിൽ വേണ്ടേ ഇതിനുള്ള സത്വര നടപടികൾ ഇതിനുള്ള ഉണ്ടാവേണ്ടത്? ആ ഒരു വിഷയം താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. സ്വർണത്തെ സംബന്ധിച്ച് ആദ്യം പറയാം. സ്വർണത്തെ സംബന്ധിച്ച് പറഞ്ഞാല് ഇപ്പൊ വില കൂടുന്നതിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ കാരണം നമുക്ക് പിന്നീട് ഷെയറിൽ ലാഭം കിട്ടാൻ വഴിയില്ല. അപ്പൊ ഇൻവെസ്റ്റേഴ്സിന് ഷെയറിൽ പണം നിക്ഷേപിക്കുന്നത് കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കും. പിന്നെ മ്യൂച്വൽ ഫണ്ട്, റിയൽ എസ്റ്റേറ്റ്, ഇവിടെ എല്ലാം തന്നെ സ്ലോ ഡൗൺ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കുള്ള ഒരു അത്താണി എന്ന നിലയിൽ ഗോൾഡിലേക്ക് പോകും. പക്ഷെ ഗോൾഡിൽ ഇനി വരും ദിവസങ്ങളിൽ ഇപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റിൽ സംഭവിച്ചതുപോലെ തന്നെ ഒരു ഇന്റലിജന്റ് സ്പെക്കുലേഷൻ ഉണ്ടാവും, ഗോൾഡിലും ഉണ്ടാവും. കാരണം ഈ ഇന്റലിജന്റ് ആയിട്ടുള്ള സ്പെക്കുലേഷൻ നടത്തിയിട്ടാണ് ക്യാപിറ്റൽ മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നതുപോലെ തന്നെ കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയ്ക്ക് അകത്ത് നിന്ന് ഗോൾഡ് മാർക്കറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങിയതുകൊണ്ട് ഗോൾഡ് മാർക്കറ്റിനകത്ത് ഒരു ഇന്റലിജന്റ് സ്പെക്കുലേഷൻ സംഭവിക്കുകയും അതിന്റെ ഫലമായിട്ട് കുറച്ചധികം വില കൂടാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇന്നലെ വരെ കരുതിയിരുന്നത്, ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ കരുതിയിരുന്നത് ഗോൾഡിന്റെ വില താഴോട്ട് വന്ന് ഒരുപക്ഷെ 15,000 വരെ ടച്ച് ചെയ്യുമെന്ന് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളൊക്കെ 18,000 വിശ്വസിച്ചിരുന്നവരാണ്. 18,000 എത്തുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു കയറി ഇവിടെ എത്തിയിരിക്കുന്നു. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഒരു സ്പെക്കുലേഷൻ ഗോൾഡ് മാർക്കറ്റിൽ സംഭവിക്കുകയും കുറച്ചുകൂടി അധികം വില വർദ്ധിക്കുകയും ചെയ്യും. സാധാരണക്കാരന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് സാധാരണക്കാരനെക്കാൾ കൂടുതൽ പറയാൻ ഇഷ്ടം സ്മോൾ ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്.
ഈ പിന്നീട് ഹതഭാഗ്യരായിട്ടുള്ള ഒരുപാട് സ്മോൾ ഇൻവെസ്റ്റേഴ്സ് ക്യാപിറ്റൽ മാർക്കറ്റിൽ വന്ന് പെട്ടുപോയിട്ടുണ്ട്. റീഇൻവെസ്റ്റ് ചെയ്യാനുള്ള ശേഷിയുമില്ല. അവര് വാങ്ങിച്ചവരെല്ലാം പെട്ടിരിക്കുകയാണ്. ഒരിക്കലും തന്നെ ഇവിടത്തെ വലിയ ബ്രോക്കേഴ്സിന് പ്രശ്നമില്ല, വലിയ ഇൻവെസ്റ്റേഴ്സിന് പ്രശ്നമില്ല. അവർ ഈ പ്രശ്നത്തെ വളരെ വിദഗ്ധമായിട്ട് തരണം ചെയ്യും. കാരണം അവരിത് പഠിച്ചിരിക്കുന്നു. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് എത്രയോ ക്രാഷുകൾ കണ്ടിരിക്കുന്നു. ആ ക്രാഷുകളെ അതിജീവിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്ന സമയത്ത് ഈ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചിരിക്കുന്നവർക്ക് അവർക്കുള്ള സൂചകങ്ങളായി എന്തെങ്കിലും ഒരു വാചകത്തിൽ 2 വാചകത്തിൽ താങ്കൾ പറയാനുണ്ടോ? നാളെയും ഈ ഒരു ചൈനയുടെ യുവാന്റെ മൂല്യം ഇടിച്ച് ഇനിയും നമ്മുടെ ഓഹരി വിപണിയെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? അതൊരു തിരിച്ചടിയായി മാറുമോ അല്ലെങ്കിൽ തുടരണമോ? എങ്ങനെയായിരിക്കും? എന്റെ കൃത്യമായ അഭിപ്രായത്തിൽ ഈ സമയത്ത് ഒന്ന് എക്സിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഏതാനും ദിവസത്തേക്ക് എക്സിറ്റ് ചെയ്യുക. വാങ്ങിക്കണമെന്ന് വളരെ താല്പര്യമുള്ളവര് സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ ലാർജ് സ്വർണ്ണത്തിലേക്ക് വേണമെങ്കിൽ നിക്ഷേപം പോകാം. തീർച്ചയായിട്ടും സ്വർണം ഇപ്പോൾ ഒരു ഷോർട്ട് പീരീഡിലേക്ക് സമയം കഴിഞ്ഞു. പെട്രോളിന് വില കുറയുമോ? കേന്ദ്ര ഗവൺമെന്റ് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അതിന് സാധ്യത? ഒരു തരത്തിലും ഈ ഗവൺമെന്റിനെ വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് തരുന്നില്ല. അല്ല, ഒരു ദിവസത്തെ ലാഭം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് കോടിയായി മാറുകയാണ്. അതെ, സാധാരണ ജനങ്ങളിൽ അവർക്ക് ഇത് ഒരു നല്ല ഒരു അവസരമായിട്ട് എടുത്തിട്ട് കൂടുതൽ ലാഭം കൊയ്യാനുള്ള ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. മറിച്ച് സാധാരണക്കാരന് ഈ നേട്ടം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിൽ കാര്യമായിട്ട് കുറഞ്ഞാലും 1 പൈസയോ 1 രൂപയോ 1.5 രൂപയോ കുറയ്ക്കുന്നതിനപ്പുറം ഒരു നടപടിയിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെയധികം നന്ദി ഡോക്ടർ മാർട്ടിൻ പാട്രിക്. അതോടൊപ്പം തന്നെ ശ്രീ ജിഗേഷ് AM, അദ്ദേഹം ബിസിനസ് ലൈനിന്റെ സീനിയർ അസിസ്റ്റന്റ് ഡൽഹിയിൽ നിന്ന്, ശ്രീ ജോർജ് ജോസഫ്, മാധ്യമപ്രവർത്തകൻ.